ഹലോ എവരി വൺ, വെൽക്കം ടു കാറെക്സ്. നമ്മളിപ്പോൾ ഉള്ളത് പോപ്പുലർ നെക്സ ഷോറൂമിലാണ്, പാലാരിവട്ടം. എന്തിനാ വന്നതെന്ന് വെച്ചാൽ അകത്തൊരു സ്പെഷ്യൽ ആൾ കിടപ്പുണ്ട്. നമുക്ക് അയാളിനെ കാണാനായിട്ടാണ് പോകുന്നത്. നമുക്ക് അകത്തേക്ക് പോവാം. ഓക്കെ, ഇതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ സ്പെഷ്യൽ ആള് അകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞത്, ജിമിനി തണ്ടർ എഡിഷൻ. അപ്പം ഈ തണ്ടർ എഡിഷനെ പറ്റി നമുക്ക് പറയുമ്പോഴത്തേക്കും മെയിൻ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് അതിനു മുമ്പ് വ്യത്യാസങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ തണ്ടർ എഡിഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിലുള്ള സീറ്റ ആൽഫ ആ വേരിയന്റിൽ തന്നെ ആണ് നമുക്ക് ഈ തണ്ടർ എഡിഷൻ വരുന്നത്. ഇത് ആക്ച്വലി ഒരു ഡീലർഷിപ്പിൽ നിന്ന് തന്നെ ചെയ്തു തരുന്ന ഒരു കിറ്റാണ്. മാരുതി പ്രൊവൈഡ് ചെയ്യുന്ന കിറ്റാണ്. ആ കിറ്റ് നമ്മൾ ഡീലർഷിപ്പിൽ നിന്ന് തന്നെയാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പം ആൽഫ വേരിയന്റ് എടുക്കണമെങ്കിൽ ആൽഫ വേരിയന്റിൽ നമുക്കിത് ചെയ്യാം. ഇതിപ്പോൾ സീറ്റ വേരിയന്റ് ആണ് കിടക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഓക്കെ, വണ്ടിയുടെ നേരെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തണ്ടർ എഡിഷനിൽ മനസ്സിലാകുന്ന പറയുന്നത് ഇവിടെ ഒരു നമുക്ക് ബമ്പറിൽ വേണ്ടി ഇങ്ങനെ ഒരു ക്ലാഡിങ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട്. കണ്ടോ, നല്ല ഒരു എന്താ പ്രോമിസിങ് ലുക്കായിട്ട് തോന്നില്ല നമുക്ക്. അവിടെ ഒരു ഈ ഒരു ക്ലാഡിങ് വരുന്നുണ്ട്. പിന്നെ നേരെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഈ ബോണറ്റിൽ ഉണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ക്ലാഡിങ് വരുന്നുണ്ട് രണ്ടിടത്തും. പിന്നെ വേണ്ടേ മേളിലൊരു ബോണറ്റയിൽ ഫുള്ളൊരു നല്ലൊരു ഗ്രാഫിക്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ ഫെൻഡറിൻ്റെ ഇവിടെ ഒരു ക്ലാഡിങ് വരുന്നുണ്ട്. കണ്ടോ, പിന്നെ നേരെ സൈഡിലേക്ക് വരുമ്പോഴത്തേന് പിന്നെ വരുമ്പം മിററിൽ വരുന്നുണ്ട്. കണ്ടോ, സൈഡ് മിറേഴ്സിൽ വരുന്നുണ്ട്. ഇത് രണ്ട് സൈഡിലും വരുന്നുണ്ട്. പിന്നെ ഒരു സൈഡ് കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഒരു വൈഡ് വ്യൂ നോക്കുമ്പോഴത്തേക്കിനും വേണ്ട ഇവിടെ ഫുള്ള് നമുക്ക് ഡോറിലും ഈ ഒരു ഗ്രാഫിക്സ് കാണാം. ഒരു മൗണ്ടൈൻ്റെ ആ ഒരു രീതിയിൽ ഒരു ഓഫ് റോഡിങ് വെഹിക്കിൾ ആണല്ലോ, അപ്പോൾ ആ ഒരു ഇൻസ്പയർഡ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇത് കൊടുത്തേക്കുന്നത്. പിന്നെ വേണ്ട താഴെ വരുമ്പോഴത്തേക്കിനും ഡോർ ക്ലാഡിങ് വരുന്നുണ്ട്. കണ്ടോ, ഇവിടെയും വരുന്നുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട്. പിന്നെ വേണ്ട റിയറിലേക്ക് വരുമ്പോഴത്തേക്കിനും എൻ്റെ ഈ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഇവിടെയും നമുക്കൊരു ഈ ഒരു രീതിയിൽ ക്ലാഡിങ് വരുന്നുണ്ട് ബാക്കിൽ. എന്താ ഈ ഒരു പോർഷൻ വീലാർച്ചിൻ്റെ തൊട്ട് മേളിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നേരെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് വലിയ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഇത് സ്പെയർ മൗണ്ട് ആ രീതിയിൽ തന്നെ വേണം. നമുക്ക് വേണമെങ്കിൽ ഇവരുടെ ഈ കിറ്റിൽ തണ്ടർ എഡിഷനിലല്ല, അതല്ലാതെ നമുക്ക് ആക്സറി ആയിട്ട് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു കവറിങ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നോർമലി ഇപ്പോൾ ഇത്രയാണ് നമുക്ക് ഔട്ട് സൈഡിൽ വരുന്നത്. ഈ സൈഡും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോയേക്കാം. ഇതിപ്പോ സീറ്റ വേരിയന്റ് ആണ് ഈ കിടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ അലോയ് വീൽസ് അല്ലാത്ത മോഡൽ, സീറ്റയ്ക്ക് അലോയ് വീൽ വരുന്നില്ല. അതുകൊണ്ടാണ് ആ രീതി കിടക്കുന്നത്. സെയിം ഈ സൈഡിലും അങ്ങനെ തന്നെയാണ്. നല്ല ഒരു അടിപൊളി ലുക്ക് അല്ലേ നമുക്ക് ഈ ഒരു തണ്ടർ എഡിഷൻ ആ ഒരു ഇത് വന്നപ്പോഴത്തേക്കിനും ഒന്നുകൂടെ ഒരു റഫ് ലുക്ക് ഫീൽ വന്ന പോലെ ഉണ്ട്. എനിക്ക് മൊത്തത്തിൽ അങ്ങനെ തോന്നിയത്. കാരണം ആ ഒരു ക്ലാഡിങ് ഒക്കെ വന്നപ്പോഴത്തേക്കിനും കുറച്ചുകൂടെ ഒരു റഫ് ലുക്ക് നമുക്ക് വണ്ടി കിട്ടിയതുപോലെ തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു സൈഡിലെ ക്ലാഡിങ് ഒക്കെ വന്നപ്പോഴത്തേക്കിനും. അപ്പൊ അത്രയാണ് എക്സ്റ്റീരിയറിലെ മെയിൻ ഡിഫറൻസസ് എന്ന് പറയുന്നത് തണ്ടർ എഡിഷന്റെ. ഇനി നമുക്ക് ഇന്റീരിയറിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ തണ്ടർ എഡിഷന്റെ ഇന്റീരിയർ വരുന്നത്. മെയിൻ ആയിട്ടുള്ള ഇന്റീരിയറിനകത്ത് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീറ്റ് കവർ തന്നെയാണ്. എനിക്ക് ഈ സീറ്റ് കവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാൻ ഫിനിഷും ഈ ഒരു ബ്ലാക്കും കൂടെ ചേർന്ന് വരുന്നതുകൊണ്ട് ഒരു കുറച്ചുകൂടെ ഒരു എന്താ പറയുക അപ്പ് മാർക്കറ്റ് ഫീൽ കിട്ടുന്നുണ്ട്. കുറച്ച് പ്രീമിയംനെസ്സും കിട്ടുന്നുണ്ട്. മറ്റേത് മോശമാണെന്നല്ല, കുറച്ചുകൂടെ ഒരു നല്ല രസമുണ്ട്. കാരണം പിന്നെ ഈ ഒരു ഡാർക്ക് ഫിനിഷ് വരുന്നതുകൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നല്ലതാണല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇവിടെ നല്ല ഉണ്ട്. ഇവിടെ ഒരു അകത്തൊരു നമ്മൾ നോക്കിയാൽ ഈ ഒരു ഡിസൈനൊക്കെ വരുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ബാക്ക് ഒക്കെ സപ്പോർട്ടീവ് ആയിട്ടൊരു രീതിയിൽ കിട്ടുകയും ചെയ്യും നമുക്ക്.
അപ്പോൾ ആ സീറ്റ് അങ്ങനെയാണ് വരുന്നത്. പിന്നെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം തന്നെ ഈ ഗ്രാബ് ഹാൻഡിലിൽ നമുക്കിങ്ങനെ ഒരു കവറിങ് വരുന്നുണ്ട്. പിന്നെ വേണ്ട സ്റ്റിയറിങ്ങിൽ കണ്ടോ, സ്റ്റിയറിംഗ് വീലിൽ വരുന്നുണ്ട് കവറിങ്. പിന്നെ വേണ്ട അവിടെ നമുക്ക് ഡോറിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ആ സ്പീക്കറിൻ്റെ അവിടെ നോക്കിക്ക്, സ്പീക്കറിൻ്റെ അവിടെ ഒരു ലേ ഔട്ട് കണ്ടോ, ഫുള്ള് അവിടെ ഒരു നല്ല ഒരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നീളത്തിൽ കണ്ടോ. ആ ഒരു കളറ് നല്ല ഭംഗിയുണ്ട്. പിന്നെ വേണ്ട നേരെ മുകളിലേക്ക് വരുമ്പോൾ ഡോർ ഹാൻഡിലിൽ നോക്കി കഴിഞ്ഞാൽ കണ്ടോ അവിടെ ഒരു കവറിങ് വരുന്നുണ്ട്. പിന്നെ കണ്ടോ ഡോർ സിൽ ഗാർഡ് വരുന്നുണ്ട് കണ്ടോ, ഇവിടെ ജിമ്മിനി എന്നുള്ള ഒരു പ്ലേറ്റിങ് വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് തണ്ടർ എഡിഷനിൽ വരുന്ന ഒരു ഡിഫറൻസ് ആണ്. ഈ ഒരു കിറ്റാണ് ഇതെല്ലാം വരുന്നത്. പിന്നെ ഇതിനകത്ത് ഇവിടെ മാറ്റ് ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഒരു 3D മാറ്റും വരുന്നുണ്ട്. നമുക്ക് ഇന്റീരിയറിൽ നമുക്ക് 3D മാറ്റ്സ് നമുക്ക് അകത്ത് വരുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ നമുക്ക് ഇട്ടിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഇന്റീരിയറിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ബാക്കിൽ എന്തൊക്കെയാണ് വ്യത്യാസം എന്നും കൂടെ നോക്കാം. ബാക്ക് സീറ്റിലും കൂടെ എന്താ വ്യത്യാസം നോക്കാം. യെസ്, നമുക്ക് ബാക്കിൽ എന്തൊക്കെയാണ് വ്യത്യാസം നോക്കാം. ഇവിടെ നമുക്ക് മെയിനായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു കവറിങ് ഇവിടെയും വരുന്നുണ്ട്, ഡോർ ഹാൻഡിൽ. പിന്നെ അതുകൊണ്ട് ഇവിടെ ഡോർ സിൽ ഗാർഡ് വരുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് മെയിനായിട്ട് ഈ ഒരു സീറ്റ് ഈ രീതിയിലാണ് ബാക്കിലും സീറ്റ് കവർ വരുന്നത്. സെയിം നമ്മളെ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ടാനും ബ്ലാക്കും ആ ഒരു രീതി തന്നെയാണ് വരുന്നത്. ഇത്രയും ഡിഫറൻസ് ആണ് തണ്ടർ എഡിഷനിൽ നമുക്ക് വരുന്നത്. ഞാനാണെങ്കിൽ എക്സ്റ്റീരിയർ പറഞ്ഞപ്പോൾ ഈ ഡോർ വൈസർ വിട്ടുപോയായിരുന്നു. നമുക്ക് ഈ ഡോർ വൈസേഴ്സും വരുന്നുണ്ട് കണ്ടോ, ഈ ഒരു ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഡോർ വൈസേഴ്സും നമുക്ക് ഈ കിറ്റിൽ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് പോപ്പുലർ നെക്സ ഷോറൂമിലാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ സ്റ്റോക്ക് റെഡിലി അവൈലബിൾ ആണ്. ജിമ്മിനി നിങ്ങൾക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. അതുപോലെ സ്റ്റോക്ക് ഇവർക്കുണ്ട്. പോപ്പുലറിലെ മറ്റുള്ള ഷോറൂമിലും റെഡിലി അവൈലബിൾ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ജിമ്മിനി എടുക്കാൻ നിങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അടിപൊളി സമയമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് ഇത്രയും ഒരു പ്രൈസ് നമുക്ക് ഓഫറിൽ കിട്ടുന്നുണ്ട്. അപ്പം ഉറപ്പായിട്ടും അത് മിസ് ചെയ്യാതെ നിങ്ങൾ ഉടൻ തന്നെ അത് നിങ്ങൾ എടുക്കാൻ നോക്കുക. കാരണം നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പോഴത്തേക്കിനും ഉറപ്പായിട്ടും ഒരു പ്രൈസ് ഹൈക്ക് വരും. കാരണം എന്താ വെച്ചാൽ നെക്സ്റ്റ് ഇയറിലെ മാനുഫാക്ചറിങ് ഒക്കെ വരുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ബജറ്റിൽ വണ്ടികൾക്കൊക്കെ പ്രൈസ് വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ജിമ്മിനി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എടുക്കണമെന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പം ആണ് ഇതിൻ്റെ ഒരു ബെസ്റ്റ് ടൈം. പിന്നെ നമുക്കിപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെഹിക്കിൾ ഇപ്പോൾ ഈ സീറ്റ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഈ മോഡൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10,74,000 രൂപ എക്സ് ഷോറൂം പ്രൈസിൽ നമുക്ക് കിട്ടും. മെയിനായിട്ടുള്ള ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഞാനിപ്പോൾ ഈ കാണിച്ച ഈ തണ്ടർ എഡിഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഇത്രയും നമുക്ക് ഈ ഒരു ആക്സസറീസും കിട്ടും. ഒപ്പം ഈ ഒരു 2 ലക്ഷം രൂപ വിലക്കുറവും വരുന്നുണ്ട് നമുക്ക് മെയിനായിട്ടും. 10,74 ഓൺ റോഡ് വരുമ്പോഴത്തേക്കിനും അതിൻ്റെ ഓൺ റോഡ് പ്രൈസും ഇതിൻ്റെ ആൽഫയ്ക്ക് അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഷോറൂമിൻ്റെ റീജിയണൽ റൂറൽ മാനേജറായ ഹൈക്കസിനെ നമുക്ക് വിളിക്കാം. അപ്പം ഹൈക്കസ് അതിൻ്റെ കൂടുതൽ പ്രൈസ് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ദീപക് പ്രോ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഈ വണ്ടിയെക്കുറിച്ച് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു തണ്ടർ എഡിഷൻ കിറ്റ് വരുന്നത് ശരിക്കും പറഞ്ഞ ഒരു 25,000 വർത്ത് കിറ്റാണ്. ഇത് ശരിക്കും പറഞ്ഞ ഈ ഒരു 2 ലാക്ക് നമുക്ക് സീറ്റ വേരിയന്റിന് വന്നേക്കുന്ന ഓഫറും അതേപോലെ 1 ലാക്ക് ആൽഫ വേരിയന്റിന് വന്നേക്കുന്ന ഓഫറും ശരിക്കും പറഞ്ഞ ഇതൊരു ലിമിറ്റഡ് പീരീഡ് ഓഫറാണ്, 1 ടൈം ഓഫർ എന്ന് ഇതിന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ബെസ്റ്റ് അവസരമാണ് നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് കൺസിഡർ ചെയ്യുക. കൂടാണ്ട് നമുക്കിപ്പോൾ ഈ നിലവിൽ കിടക്കുന്ന സീറ്റ മാനുവൽ ട്രാൻസ്മിഷൻ വെഹിക്കിളിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 13,69,113 ആണ് വരുന്നത്. കൂടാതെ നമുക്ക് കോർപ്പറേറ്റ് ബെനിഫിറ്റ്സും വരുന്നുണ്ട്. അതൊരു അപ് ടു 5,000 റുപ്പീസ് വരെ കോർപ്പറേറ്റ് ബെനിഫിറ്റ്സും വരുന്നുണ്ട്. അത് നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് വേരിയന്റ് വരുമ്പോൾ ആൽഫ വേരിയന്റ് വരുമ്പോൾ 15,83,381 ആണ് പ്രൈസ് വരുന്നത്. അത് കഴിഞ്ഞ് നമുക്കൊരു ഓട്ടോമാറ്റിക് വേരിയന്റ് എടുക്കണമെന്നുണ്ടെന്നാണെങ്കിൽ അതിന്റെ പ്രൈസ് വരുന്നത് ബേസ് മോഡലിന്, അതായത് നമ്മുടെ സീറ്റ വേരിയന്റിന് 15,13,015 ആണ് വരുന്നത്. നെക്സ്റ്റ് ആൽഫ ഫുൾ ഓപ്ഷൻ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ 17,27,295 ആണ് പ്രൈസ് വരുന്നത്. അതെ. താങ്ക് യു. അപ്പം നമ്മുടെ ഹൈക്കസ് ബ്രോ നമ്മുടെ വണ്ടിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞല്ലോ. അപ്പം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ തണ്ടർ എഡിഷൻ എന്ന് പറയുന്ന ജിമിനിയുടെ ഈ ഒരു വെഹിക്കിളിന്റെ ഡീറ്റെയിൽസ്. അപ്പം ഇതിന്റെ ഈ എന്തൊക്കെയാണ് ഇതിന്റെ ഈ ഫിറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തേക്കാം. പിന്നെ വണ്ടിയുടെ പ്രൈസും എല്ലാം ഒന്നുകൂടെ ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയേക്കാം.
അപ്പം നിങ്ങളുടെ ഈ വീഡിയോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്, എന്നും വേണം ആ സപ്പോർട്ട്. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.